വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം കിട്ടി. അതിൻ്റെ ലാസ്റ്റ് ടൈം പ്രാക്ടീസാണിത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒത്തിരി വർഷങ്ങളായി ഞാൻ ഒരു 7th 8th ആ ടൈമിലാണ് ലാസ്റ്റ് അവിടെ പ്രോഗ്രാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഒന്നുകൂടെ അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങി. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. തലേ ദിവസം ഇവിടുന്ന് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ കയറി. പിന്നെ ഒബ്വിയസ്ലി കയറി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഫുഡിങ് ആണ്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തിന്ന് തീർത്തു. ലാസ്റ്റ് നല്ല ദൂരം ഉണ്ടല്ലോ, അങ്ങനെ ബോറടിച്ചു. എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ കുറേ നേരം എന്തൊക്കെയോ ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ സമയം തള്ളി നീക്കി അങ്ങനെ ഏകദേശം ഒരു രാത്രി ആയപ്പോഴത്തേക്കും നമ്മളവിടെ എത്തി. ഒരു 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിലെത്തി. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ റൂമിലെത്തി. പിന്നെ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. രാവിലെ 5 മണിക്ക് നമ്മളുടെ മേക്കപ്പ് മാൻ വന്ന് നമ്മളെ വിളിക്കുമ്പോഴാണ് ഞങ്ങൾ സത്യം പറഞ്ഞ് എണീക്കുന്നത്. നേരെ ചെന്നു, കിടന്നു, ഉറങ്ങി. രാവിലെ 5 മണിയായപ്പോൾ തന്നെ കറക്റ്റ് ടൈമിന് തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. 2 പേർക്കൂടെ മേക്കപ്പ് ചെയ്തപ്പോഴത്തേനും ടൈം നമ്മളൊരു 8 മണിയാണ് പ്രതീക്ഷിച്ചത്. പ്രോഗ്രാം 11 മണിക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും 8 മണിക്ക് തന്നെ റെഡിയായി വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളൊരിതിലായിരുന്നു. പക്ഷേ ടൈം നമ്മുടെ കയ്യിൽ നിന്നില്ല. 9 മണിയൊക്കെ ആയി. 9:30 ആയി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും. അതുപോലെ തന്നെ അന്നത്തെ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് മുഹൂർത്തമുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അമ്പലം നിറയെ ആൾക്കാരായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് തൊഴാനുള്ളതൊന്നും അവസരം ലഭിച്ചില്ല. പിന്നെ പുറത്ത് നിന്ന് തൊഴുതു. അതിനുശേഷം കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാം കറക്റ്റ് 11 മണിക്ക് തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റി. നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റേജിലും ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഡാൻസ്.